അഞ്ചാം മന്ത്രി വിവാദകാലത്ത് കെ മുരളീധരൻ നടത്തിയ ലീഗ് വിരുദ്ധ പ്രസംഗം സിപിഎം പ്രചാരണ ആയുധമാക്കുന്നു. മുസ്ലിം ലീഗിൽ തീവ്രവാദികൾ നുഴഞ്ഞുകയറി എന്നതടക്കമുള്ള പരാമർശങ്ങൾ അടങ്ങിയതാണ് പ്രസംഗം. എന്നാൽ പഴയ കാര്യങ്ങൾ പറഞ്ഞ് മുന്നണി ബന്ധം വഷളാക്കാൻ ശ്രമിക്കേണ്ട എന്ന നിലപാടിലാണ് ലീഗ് നേതൃത്വം. ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ വാതിൽക്കല് നല്ലപോലെ മുട്ടി നോക്കി. അവസാനം അവർ ചവിട്ടി അവരെ പുറത്താക്കി. വാലിന്റെ മുമ്പിൽ കുറെ നേരം നിന്നു, ചവിട്ടി പുറത്താക്കി. ഇവിടെ വന്നപ്പോ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. ജോർജ് മാഷ് 17,000 വോട്ട് ജയിച്ച തിരുവമ്പാടി ഉൾപ്പെടെ എഴുതി കൊടുത്തു. ഇത്രയും വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് കണ്ടിട്ട് കഴിഞ്ഞിട്ടും ചിലർക്കൊക്കെ ഇന്നും മുറുമുറുപ്പാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ പറഞ്ഞിട്ട് ഇതിൽ കുറെ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവരുടെ സ്വഭാവം കാണിക്കുന്നത്. കെ മുരളീധരനെ വടകരയിലെത്തിച്ചതിൽ നിർണായക പങ്കുവഹിച്ച മുസ്ലിം ലീഗിനെ തിരിഞ്ഞുകൊത്തുകയാണ് അഞ്ചാം മന്ത്രി വിവാദകാലത്തെ ഈ പ്രസംഗം. ലീഗിന് സ്വാധീനമുള്ള മണ്ഡലത്തിൽ മുരളിയുടെ ലീഗ് വിരുദ്ധ പ്രസംഗം സിപിഎം പ്രചാരണായുധമാക്കുകയാണ്. ലക്ഷ്യം അഞ്ചാം മന്ത്രി വിവാദം ലീഗ് പ്രവർത്തകരിലുണ്ടാക്കിയ മുറിവിൽ ഉപ്പുപുരട്ടൽ തന്നെ. മുല്ലപ്പള്ളി അടക്കമുള്ളവർ മത്സരിക്കാൻ വിസമ്മതിച്ച സീറ്റിൽ മുരളി രക്ഷകനായെത്തിയപ്പോൾ ഏറ്റവും അധികം ആഹ്ലാദമുണ്ടായത് ലീഗ് കേന്ദ്രങ്ങളിലായിരുന്നു. പഴയ കഥകൾ പറഞ്ഞ് അണികളുടെ ആവേശം കെടുത്താൻ സിപിഎമ്മിനാവില്ലെന്ന് ലീഗ് നേതൃത്വം പറയുന്നു. മുരളിയെ ലീഗും ലീഗിനെ മുരളിയും വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പി ജയരാജന്റെ പരാജയമാണ് മുസ്ലിം ലീഗിന് മുന്നിലുള്ള ലക്ഷ്യം. അരിയിൽ ഷുക്കൂറിന്റെ കൊലപാതകത്തിന് മുന്നിൽ മറ്റൊന്നും വിഷയമല്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി മൈൻ ഹാജി. കരിമ്പ് പോലത്തെ ചെറുപ്പക്കാരെ വെട്ടിയരിഞ്ഞാൾ കളഞ്ഞില്ലേ, ചെറിയ സംഗതിയാണോ? അതിന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. വിഷയമാവില്ലെന്ന് പറയുമ്പോഴും പ്രസംഗത്തിന്റെ സാഹചര്യത്തെക്കുറിച്ച് ലീഗ് നേതൃത്വത്തിനും കെ മുരളീധരനും അണികളോട് വിശദീകരിക്കേണ്ടി വരും. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18 കോഴിക്കോട്.